നമസ്കാരം. ഇന്ന് കേട്ട രണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം. ഒന്ന്, ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേലിന് വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. എന്തിന്? ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ സാധ്യമാക്കിയതിന്. ഇതിനിടയ്ക്ക് ഇറാനിൽ ട്രംപ് ഇട്ട ബോംബിനെ കുറിച്ചൊന്നും ആരും ചോദിക്കരുത്. US റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ബഡി കാർട്ടർ ആണ് നോമിനേറ്റ് ചെയ്തതെന്നാണ് വാർത്ത. നേരത്തെ ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയതിന് പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേലിന് നോമിനേറ്റ് ചെയ്തിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സമാധാന വക്താവായ ട്രംപ് ഇറാനിൽ ബോംബിട്ടത്. പിന്നീട് നാമനിർദ്ദേശം പാകിസ്ഥാൻ പിൻവലിച്ചുവെന്നും കേട്ടു. എന്താണ് ശരിയെന്നറിയില്ല. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ തമാശ. ഇറാനെതിരെ ചരിത്രപരമായ വിജയം നേടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത നഷ്ടം നേരിട്ടതാണ് ചരിത്രപരമായ വിജയമെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ്. ഇസ്രയേലിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും നശിപ്പിച്ചുവെന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഒപ്പം വെടിനിർത്തൽ സാധ്യമാക്കിയതിന് ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹു. ഇതിനിടയ്ക്ക് ഒരു സുപ്രധാനമായ വാർത്ത വന്നു. അതായത് അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പൂർണ്ണമായും തകർന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം കള്ളമാണ്. അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഇറാന്റെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടത്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേര് നൽകി നടത്തിയ ആക്രമണത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ആക്രമണത്തിൽ ആണവ പദ്ധതിയുടെ കോർ എന്ന് പറയാവുന്ന ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. മലയിടുക്കുകൾക്കിടയിൽ 90 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ ഫോർദോയുടെ ഭൂമിക്കടിയിലെ ഭാഗങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണ്. ആക്രമണത്തിൽ തകർന്നത് ഉപരിതല ഘടന മാത്രം. ആക്രമണത്തിന് മുമ്പ് ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മാറ്റി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നത് അനുസരിച്ച് ഏകദേശം 400 കിലോഗ്രാം യുറേനിയം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികളെ ചെറുതായി പിന്നോട്ടടിക്കാൻ മാത്രമാണ് ആക്രമണത്തിന് കഴിഞ്ഞത്. ഇറാന് പെട്ടെന്ന് തന്നെ സെൻട്രിഫ്യൂജുകൾ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സാരം. ഇറാൻ ആക്രമണം മുൻകൂട്ടി കണ്ട് ബദൽ മാർഗങ്ങൾ തേടിയിരുന്നു. പിന്നെ അങ്ങനെയൊന്നും തകർക്കാൻ കഴിയാത്തത്ര സുരക്ഷിതമാണ് ഫോർദോ ആണവ കേന്ദ്രമെന്ന് പെന്റഗണിന്റെ റിപ്പോർട്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആക്രമണം നടന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അനുസരിച്ച് ഫോർദോയിൽ നിന്ന് വലിയ തോതിൽ സാധനങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ആക്രമണത്തിന് ശേഷം ആണവ വികിരണ ചോർച്ചയുടെ ലക്ഷണമില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സൗദി അറേബ്യയും വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്ന് തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ലെന്നോ സാധനങ്ങൾ മാറ്റിയെന്നോ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പെന്റഗൺ റിപ്പോർട്ട് ട്രംപിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരിക്കുകയാണ്. റിപ്പോർട്ടിനെതിരെ ട്രംപും വൈറ്റ് ഹൗസും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ട്രംപിനെ നിന്ദിക്കാനുള്ള ശ്രമമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ മറുപടി. റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് FBI അന്വേഷണം തുടങ്ങിയെന്നും വൈറ്റ് ഹൗസ് അറിയിക്കുന്നു. അതേസമയം ഇക്കാര്യത്തിലുള്ള ട്രംപിന്റെ പ്രതികരണം മറ്റൊരു രീതിയിലാണ്, വേണമെങ്കിൽ വിചിത്രമാണെന്നും പറയാം. ഇസ്രയേൽ ചാരന്മാർ ആക്രമണശേഷം ഫോർദോ സന്ദർശിച്ചെന്നും എല്ലാം തകർന്നുവെന്നാണ് അവർ തന്നോട് പറഞ്ഞത് എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ട്രംപിന്റെ ഈ വാദം ഇസ്രയേൽ രഹസ്യ ഏജൻസികൾ തന്നെ തള്ളിക്കളയുകയാണ്. ആരും ഫോർദോയിൽ പോയിട്ടില്ല, അങ്ങനെയൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ല ഫോർദോ എന്നും ഏജൻസി വക്താവ് പ്രതികരിക്കുന്നു. അതായത് ട്രംപിന്റെ കള്ളങ്ങൾ വീണ്ടും വീണ്ടും പൊളിയുന്നു. എന്തായാലും ഈ വിവാദം ട്രംപ് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ഫോർദോയ്ക്ക് കാര്യമായ കേടുപാടില്ലെന്ന് ഇസ്രയേലിന് അന്നേ ദിവസം തന്നെ മനസ്സിലായി എന്ന ചില വാദങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണത്തിന്റെ അടുത്ത ദിവസം തന്നെ ഫോർദോയിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് വാദം. എന്തായാലും ഫോർദോയോ നദാൻസോ ഇസ്ഫഹാനോ തകർക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടില്ലെന്ന് അന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പെന്റഗൺ റിപ്പോർട്ടോടെ നെതന്യാഹുവിന്റെ അവകാശവാദങ്ങളും പൊളിയുകയാണ്. ആണവ കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ചർ കേന്ദ്രങ്ങളും തകർക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇറാനെതിരെ ചരിത്രപരമായ വിജയം നേടിയെന്നാണല്ലോ നെതന്യാഹു അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ ആക്രമണം തുടങ്ങിയ ദിവസങ്ങളിലും നെതന്യാഹു മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷെ പിന്നീട് കണ്ടത് എന്താണ്? ഇറാന്റെ അത്യാധുനിക മിസൈലുകൾ ഇസ്രയേലിൽ വലിയ നാശം വിതയ്ക്കുന്നതാണ്. ആ കള്ളം അന്നേ പൊളിഞ്ഞിരുന്നു. ഇസ്രയേലിന്റെ മറ്റൊരു അവകാശവാദവും തോറ്റമ്പുന്ന കാഴ്ചയും ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. ആക്രമണത്തിൽ വധിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്ന ഇറാന്റെ
IRGC കമാൻഡർ ഇസ്മയിൽ ഖാനി ടെഹ്റാനിൽ യുദ്ധവിജയത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 13 നടത്തിയ വ്യോമാക്രമണത്തിൽ ഖാനിയെ കൊന്നു എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടത്. എന്നാൽ ഇത് പൊള്ളയാണെന്ന് തെളിയുകയാണ്. ഖാനിയെ ഇതാദ്യമായല്ല ഇസ്രയേൽ സൈന്യം ഇങ്ങനെ കൊല്ലുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആക്രമണം നടത്തി ഖാനിയെ കൊന്നു എന്നുള്ള വാദം ഇസ്രയേൽ സേന മുന്നോട്ട് വച്ചിരുന്നു. ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി. അതുകൊണ്ടാണ് ഇസ്രയേൽ സേന സ്ഥിരമായി ഖാനിയെ ലക്ഷ്യമിടുന്നത്. എന്തായാലും നാടകീയതകൾക്കെല്ലാം അവസാനം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണാർത്ഥത്തിൽ നിലവിൽ വന്നു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കരാർ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ഇന്നലെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഒരു ആക്രമണം കൂടി നടത്തി മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ഇസ്രയേൽ തുടർന്നു വരുന്ന ഒരു രീതിയാണ്. ഗാസയിലും ലബനനിലുമെല്ലാം ഇത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇറാനിൽ ഇക്കാര്യത്തിലും ഇസ്രയേലിന് തിരിച്ചടി നേരിട്ടു. കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രയേൽ ചെറിയൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തി. പക്ഷേ ഇറാൻ ഇതിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് കണ്ടത്. ഇതോടെയാണ് ട്രംപ് വീണ്ടും ഇടപെട്ട് ഇസ്രയേലിനെ വലിയ രീതിയിൽ ചീത്ത വിളിച്ചത്. പിന്നാലെ കരാർ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ അറിയിക്കുകയായിരുന്നു. ഇറാനും പിന്നാലെ ആ പ്രഖ്യാപനം നടത്തി, അതായത് കരാർ അംഗീകരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി. അതിനുശേഷം ടെഹ്റാനിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നത്. ഇല്ലാത്ത കാരണം പറഞ്ഞ് ആക്രമിച്ച ഇസ്രയേലിനും അതിന് പിന്തുണ നൽകിയ അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇറാൻ എന്ന രാജ്യം. ആണവായുധം കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവർക്കെതിരെ ആണവായുധ ആരോപണം ഉന്നയിച്ച് അവരെ ആക്രമിക്കുന്ന രീതി പിന്തുടരുന്ന ഇസ്രയേലിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയത് എന്നാണ് അന്താരാഷ്ട്ര രംഗത്തുള്ളവർ വിലയിരുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിൽ സമാനതകളില്ലാത്ത നാശമാണ് ഉണ്ടായത്. ജനരോഷം വലിയ രീതിയിൽ നെതന്യാഹുവിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യവും അവിടെയുണ്ട്. ഇറാനെതിരെ യുദ്ധവിജയം നെതന്യാഹു അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ്. ഇറാനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നെതന്യാഹുവിനൊപ്പമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ദഹിച്ചിട്ടില്ല. അവരുടെ നീക്കം എന്താകുമെന്ന് നെതന്യാഹുവിന് ആശങ്കയുമുണ്ട്. കൃത്യമായ ഭൂരിപക്ഷമില്ലാതെ പല പാർട്ടികളെയും കൂടെ കൂട്ടിയാണ് നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഇസ്രയേൽ ഭരിക്കുന്നത്. ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് വരും എന്നത് മനസ്സിൽ കണ്ട് തന്നെയാണ് നെതന്യാഹുവിൻ്റെ പുതിയ നീക്കങ്ങൾ. അതിനുവേണ്ടിയാണ് ഈ യുദ്ധങ്ങളെല്ലാം നടത്തുന്നത് എന്നാണ് നെതന്യാഹുവിനെതിരെ എപ്പോഴും വരുന്ന വിമർശനം. അതിൻ്റെ ഭാഗമാണ് ഇറാനെതിരായ യുദ്ധവിജയത്തിൻ്റെ അവകാശവാദവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇറാൻ സമാധാനത്തിലേക്ക് പതുക്കെ മടങ്ങുമ്പോൾ ഇസ്രയേലിനെ കാരണം സമാധാനമില്ലാതെ കുറേ മനുഷ്യർ മരിച്ചു വീഴുന്ന ഗാസയെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പട്ടിണി മരണം നേരിടുന്ന ഗാസയിലെ ജനങ്ങൾ അന്നം തേടിയെത്തുമ്പോൾ അവരെ വെടിവെച്ചും മിസൈലിട്ടും ടാങ്കുകൾ ഉപയോഗിച്ചും കൂട്ടത്തോടെ കൊല്ലുന്ന ക്രൂരതയിലാണ് ഇസ്രയേൽ സൈന്യം. ഭക്ഷണം തേടിയെത്തിയ 40 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം കൊന്നത് 500 പേരെയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഗാസയിലും സമാധാനം കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി കൊടും ക്രൂരത തുടരുകയാണ് നെതന്യാഹുവിൻ്റെ ഇസ്രയേൽ സൈന്യം. ഗാസയെ കെട്ടിട കൂമ്പാരമാക്കി മാറ്റിയിട്ടും സൈന്യം പിന്മാറുന്നില്ല. ആ ഭൂമിയിൽ എങ്ങും സുരക്ഷിതരല്ലാതെ പട്ടിണിയോടും ഇസ്രയേൽ സൈന്യത്തോടും മല്ലടിക്കുകയാണ് കുറേ പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് ആര് രക്ഷയാകുമെന്ന വലിയ ചോദ്യം ബാക്കിയായി തന്നെ തുടരുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.